സാറിൻ്റെ വൈഫ് ഇന്ദിര മാഡം, കേണൽ രവി സാർ, വളരെ സന്തോഷം. നിങ്ങളെല്ലാവർക്കും 77ാമത്തെ ഗണതന്ത്ര ദിവസത്തിൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും. ഈ പട്ടാളക്കാരുടെ സ്പീച്ച് കേൾക്കാൻ പൊതുവെ ആർക്കും താല്പര്യമില്ല. ഒന്നാമത് അവർ സ്പീച്ച് കൊടുക്കുന്ന ആൾക്കാരല്ല, പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞാൻ സദസ്സിൻ്റെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഈ കസേരകൾ കാണുമ്പോൾ എല്ലാവരും 6 മണിയാകുമ്പോൾ ഈ ഹാള് ഫുള്ളാവും. കാരണം ആൾക്കാർക്ക് പാട്ട് കേട്ടാൽ മതി. സന്ദേശേ ആ തേഹേ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ 2 കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് വെള്ളം ഒഴുകും. നേരെ മറിച്ച് യുദ്ധത്തിൽ പങ്കെടുത്ത്, കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് നേരിട്ട് ഇവിടെ വന്ന് ആദരം ഏറ്റുവാങ്ങാൻ വന്നവരുടെ പ്രസംഗം കേൾക്കാനോ, പട്ടാളക്കാരുടെ പ്രസംഗം കേൾക്കാൻ തീരെ താല്പര്യമില്ല. വിമുക്ത ഭടന്മാരാണെങ്കിൽ പിന്നെ കേൾക്കുക വേണ്ട, അത് ആർക്കും താല്പര്യമില്ല. ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. ആമുഖ പ്രസംഗം തന്നെ ഞാൻ നടത്താം 3-4 മിനിറ്റ് ആണെങ്കിലും എന്ന് ആ ഒരു ടോൺ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇരിക്കുന്നതിൽ മിക്കവരും എക്സ് സർവീസ്മെനാണ്, അവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ ജനുവരി 26-ന് നാദബ്രഹ്മത്തെ പോലെയുള്ളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഫൗണ്ടേഷൻ, ജയ് ജവാൻ പോലെയുള്ളൊരു പ്രോഗ്രാം നടത്താൻ അവർക്ക് തോന്നിയ വലിയ മനസ്സിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം ജനുവരി 26 തന്നെ തിരഞ്ഞെടുത്തതിലും അങ്ങനെയൊന്ന് തോന്നിയല്ലോ. ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല ഒരു പട്ടാളക്കാരൻ അങ്ങോട്ട് പോകുന്നതും ഒന്നും ചെയ്യുന്നതും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ചടങ്ങുകളുടെ, അതുപോലെ അമർ ജവാൻ സ്മാരകം അയ്യന്തോളിൽ നിന്ന് രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിറൽ സാർ അവിടെ വരികയും പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു. അവിടെയൊക്കെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് എന്നാന്ന് വെച്ചാൽ, പല സമയങ്ങളിലായിട്ട് പല ഓപ്പറേഷൻസിലും പല യുദ്ധങ്ങളിലും ഭർത്താവിനെയും അച്ഛനെയും അമ്മയെയും മകനെയും നഷ്ടപ്പെട്ട അവർ പത്രത്തിലൂടെയോ TV മാധ്യമങ്ങളിലൂടെയോ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിന് തോന്നും, ഈ ജയ് ജവാൻ്റെ പ്രോഗ്രാം നാളെ പത്രത്തിലുമായിട്ട് വരുവാണെങ്കിൽ ഓ ഇവരെയൊക്കെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ അതിർത്തിയിൽ സർവീസിലിരിക്കുന്ന ഒരു ജവാൻ്റെ അമ്മ മനസ്സിൽ വിചാരിക്കും, നാളെ എൻ്റെ മകൻ അതിർത്തിയിൽ മരിച്ചു പോയാലും അവനെയും ഇതുപോലെ ആദരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ പത്നിയെ ഇതുപോലെ ആദരിക്കുമായിരിക്കും. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട ജഗ്ഗി വാസുദേവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓരോ ആക്ഷനിൽ മരണപ്പെടുന്ന ഓരോ ജവാൻ്റെ പിന്നിൽ ഒരു മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു മാതാവ്, ഒരു പിതാവ്, ഒരു ഭർത്താവിനെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ഭാര്യ, ഒരു അച്ഛനെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നൽകാൻ തയ്യാറായിരിക്കുന്ന ഒരു മകൻ, ഒരു മകള്, ആ ഒരു അവരുടെ ഒരു സാക്രിഫൈസ് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് മരിച്ചുപോയ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഞങ്ങളവരെ വിധവകൾ എന്നല്ല വിളിക്കുന്നത്, വീർ നാരീസ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവർ ചെയ്ത വീര്യപ്രവൃത്തി. ഒരു ബ്രിട്ടീഷ് അഡ്മിറൽ പറഞ്ഞിട്ടുണ്ട്, യുദ്ധമൊക്കെ കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നത് ജവാന്മാരുടെ കുടുംബത്തിനാണ്. കാരണം ഞാൻ അടുത്തിടെ ഒരു കോളേജിൽ ഞാൻ പറയുകയുണ്ടായി, പ്രത്യേകിച്ച് കേരളം പോലെയുള്ളൊരു സ്ഥലങ്ങളിൽ നമ്മുടെ ജവാന്മാർക്ക് ആദരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ പെട്ടിയിൽ ത്രിവർണ്ണ പതാക പൊതിച്ച് വരുമ്പോൾ ഒരു ഭാരത് മാതാക്ക് ജയ്യൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് ഒരു വില്ലേജ് ഓഫീസിലേക്ക് അവരുടെ ചെറിയൊരു പ്രശ്നം കൊണ്ടുപോകുമ്പോൾ, തൃശ്ശൂരിൽ നടന്നിട്ടുള്ള കാര്യമാണ്, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഭർത്താവ് കാശ്മീരിൽ ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറയാൻ ഞാൻ എന്ത് വേണം എന്ന് ചോദിച്ചൊരു വില്ലേജ് ഓഫീസർ. ഒരു പരാതിയില്ല, നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഇത് ആരോടാ പറഞ്ഞതെന്നും കൂടി ഓർക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഇതുപോലെയൊരു സംഘടന ജവാന്മാരെയും അതുപോലെ വീരനാരികളെയും ആദരിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അതിർത്തിയിൽ ഇന്നും കാവൽ നിൽക്കുന്ന ജവാന്മാർക്ക് ഇത് ഭയങ്കര മൊറാൽ ബൂസ്റ്ററാണ്. ഞാൻ അഡ്മിറൽ ഹരികുമാറിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇന്ത്യ ഇന്നുവരെ ഒരു യുദ്ധവും നമ്മുടെ കയ്യിലിരിക്കുന്ന തോക്കോ അല്ലെങ്കിൽ ആ ഒരു യന്ത്രത്തിൻ്റെ കരുത്തുകൊണ്ട് ജയിച്ചിട്ടില്ല. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ജവാന്മാരുടെ മനോവീര്യം കൊണ്ട് മാത്രമാണ് ഓരോ യുദ്ധവും ജയിച്ചിട്ടുള്ളത്. ആ മനോവീര്യം നിലനിർത്താൻ അല്ലെങ്കിൽ അത് ഉയർത്താൻ
ഇതുപോലെയുള്ള ചടങ്ങുകൾ ഒത്തിരിയധികം സഹായിക്കും. നാദബ്രഹ്മത്തിന് ആദ്യം തന്നെ പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇതിൽ ഫ്രീഡം ഈസ് നോട്ട് ഫ്രീ എന്ന് ഇംഗ്ലീഷിൽ പറയും. സ്വാതന്ത്ര്യം സൗജന്യമല്ല, അതിന് വില കൊടുത്ത കുറച്ച് ആളുകളുണ്ട്. ഞാൻ ആ കഥകൾ പറഞ്ഞു പോയാൽ ഒത്തിരി നീണ്ടുപോകും. ഷിജി മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട്, ജലജ മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഷിജി മാഡത്തിൻ്റെ മോള് ശ്വേത ഇവിടെ ഇരിപ്പുണ്ട്. ഈനാശു കരൺ സെക്ടർ കുപ്വാരയിൽ 99 മരിച്ചു കഴിഞ്ഞ ശവശരീരം വരുമ്പോൾ ആ കുട്ടിക്ക് കരയാൻ പ്രാപ്തിയായിട്ടില്ല. 6.5 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സെൻറ്റിമെൻറ്റ്സ്, ഒരു ഫീലിങ്സ്, സാറേ എല്ലാ പണിയിലും റിസ്ക് ഇല്ലേ? മറ്റേ KSEB പോസ്റ്റിൽ കയറുന്നതിൽ റിസ്ക് ഇല്ലേ? ഉണ്ട്, എല്ലാ പണിയിലും റിസ്ക് ഉണ്ട്. പട്ടാളത്തിൻ്റെ വ്യത്യാസം എന്താണെന്നറിയോ? മരണം ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും വലത് കാല് മുന്നോട്ട് വയ്ക്കണം. കൂടെയുള്ള ആൾ യുദ്ധത്തിൽ വെടികൊണ്ട് വീഴുമ്പോൾ കരയാൻ സമയമില്ല. എന്നാന്നറിയാം, കണ്ണീര് കാരണം ശത്രുവിനെ കാണാൻ പറ്റില്ല. അത് ക്രോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതും ഒരു തെങ്ങുന്ന് വീണ് മരിക്കുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടും മരണം തന്നെയാണ്. ഞാൻ ഇത് വലിയ ശ്രേഷ്ഠമാണെന്നോ എല്ലാവരും ആദരിക്കണമെന്നോ ഒന്നും ഞാനല്ല പറയുന്നത്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. കേണൽ വിശ്വനാഥൻ സാറിൻ്റെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, നേരിട്ട് കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ചെന്ന് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം കേണൽ വിശ്വനാഥൻ്റെ യൂണിഫോം എടുത്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇതെൻ്റെ മകനിട്ട യൂണിഫോമാണെന്ന് പറഞ്ഞ്. മരിച്ചതിനൊക്കെ എത്രയോ കാലത്തിന് ശേഷം അമ്മ കുറച്ച് ഓർമ്മക്കുറവും ഒക്കെ ഉണ്ടായിരുന്നൊരു സമയത്താണ്. അപ്പോൾ അമ്മ വന്ന് ചോദിക്കുമായിരുന്നു അത്രേ, ഇത് മകൻ അവസാനമായിട്ടിട്ട യൂണിഫോം ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ തമാശയായിട്ട് പറയൂ അത്രേ, അല്ലടി, ഇതവൻ അവസാനമായിട്ടുള്ള ഇട്ട യൂണിഫോം അല്ല, അതിൽ നെഞ്ഞിലൊരു തുളയുണ്ട് ആ യൂണിഫോമിന്, അതല്ല. അപ്പോൾ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെ ചടങ്ങുകൾ സിവിലിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്നാ പറയുന്ന റീച്ച് ഭയങ്കരമാണ്. അപ്പോൾ അതുപോലെ ഇത് ഒരു നാദബ്രഹ്മം നടത്തുന്ന ഈ ചടങ്ങ് ഇതിനൊരു തുടക്കമാവട്ടെ. മറ്റുള്ള ഇതും സംഘടനകളും ഇതുപോലെ ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശിച്ചു പോവുകയാണ്. എനിവേ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, അത് കഴിഞ്ഞ് നമുക്ക് റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞു. 77 കൊല്ലം ഇന്നിപ്പോൾ റിപ്പബ്ലിക്ക് കിട്ടിയിട്ട് തന്നെയായി. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര സമയമായി, 80 കൊല്ലമായി. ഇന്നത്തെ ഒരു 50 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ ഇതൊക്കെ ഫ്രീ ആണ്. ഓ, സ്വാതന്ത്ര്യമൊക്കെ അന്ന് പ്രശ്നമുണ്ടായിരുന്നു, കിട്ടി. ശരിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതല്ല, ഇന്ത്യയൊക്കെ എന്നേ സ്വതന്ത്രമായിരുന്നവരാണ്. നമ്മുടെ നാട്ടുരാജാക്കന്മാർ അവരവരും തമ്മിൽ കലഹിച്ച് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരൊക്കെ വന്നിട്ട് നമ്മുടെ ഉള്ള സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടുപോയിട്ട് അത് തിരിച്ചു പിടിക്കുക നമ്മൾ ചെയ്തത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഒരിക്കലും പറയരുത്. സ്വാതന്ത്ര്യം റീഗെയിൻഡ്, തിരിച്ചു കിട്ടി. അപ്പോൾ ആ ഒരു ഒത്തൊരുമയില്ലായ്മ കൊണ്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഇന്നത്തെ തലമുറ എന്ത് വേണമെങ്കിൽ തോന്നിവാസം ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമായിട്ട് പലപ്പോഴും അവർ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. ഉദാഹരണം, ഇന്ന് രാവിലെ പ്രസിഡൻ്റ് അവിടെ കൊടിയേറ്റുന്നു, അവിടെ പരേഡ് നടക്കുന്നു, അമർ ജവാനിൽ പരിപാടി. നമുക്ക് ലീവ് തന്നിട്ടുണ്ടല്ലോ ശമ്പളത്തോട് കൂടിയിട്ട്. ഇന്ന് രാവിലത്തെ ഹരികുമാർ സാർ കേട്ടോളൂ, 7 മണിയുടെ ഷോ തൃശ്ശൂരിലെ എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുള്ളാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് റിപ്പബ്ലിക് ഡേ ഒരു ഹോളിഡേ ആണ്. 9 മണി വരെ കിടന്നുറങ്ങാനുള്ളൊരു സമയമാണ്. തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ എന്നാണെന്നറിയോ, ഞാനൊരു തിയേറ്റർ ഉടമയോട് ഇന്ന് സംസാരിച്ചു. ഒക്ടോബറിലെ ടിക്കറ്റ് ബുക്കായിരിക്കുന്നു, ജനുവരി 26-ന്. കാരണം അഷ്വേർഡ് ഹോളിഡേ ആണ്. വണ്ടി ഓടിച്ച് പോവുക, ഇടിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ കൂടെയുള്ളവരുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ കൂടിയുള്ളൊരു സ്വാതന്ത്ര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്നൊക്കെ പറയുന്നത് വെറുതെ പറഞ്ഞാൽ പോരാ. അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഒബേ ചെയ്തില്ലെങ്കിൽ എന്തൊട്ട് ഭരണഘടനയാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് പറഞ്ഞ് ഓഗസ്റ്റ് 15-ന് രാവിലെ ഒരു 15 മിനിറ്റും
ജനുവരി 26 രാവിലെ ഒരു 10 മിനിറ്റും ആകെയുള്ള 365 ദിവസത്തിൽ അരമണിക്കൂറിലേക്ക് കൊണ്ടാടുന്നതാണോ ദേശഭക്തി? അതാണോ പാട്രിയോട്ടിസം? തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജനത. അതിന് പോലും തയ്യാറല്ല. കിടന്നുറങ്ങാനുള്ള ഹോളിഡേ ആക്കി മാറ്റിയിരിക്കുകയാണ് നമ്മൾ. വെറുതെ ഒന്ന് ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ റിപ്പബ്ലിക് ഡേ ആണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അവനവൻ്റെ കയ്യിൽ എന്താണോ ജോലിയുള്ളത് അത് വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണ് ദേശഭക്തി. അത് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഹോളിഡേ ആണെന്ന് പറഞ്ഞ് ഞാനും ട്രെയിനിലാണ് വന്നത്, ഹരികുമാർ സാറും ട്രെയിനിലാണ് വന്നത്. ഇന്ന് തീവണ്ടി ഓടാതിരുന്നാൽ എന്താവും കഥ? അവരൊക്കെ പണിയെടുക്കുന്നുണ്ടല്ലോ, എല്ലാവരും പണിയെടുക്കുന്നുണ്ടല്ലോ. ഈ ലൈറ്റ് വെച്ചവരും മൈക്ക് വെച്ചവരും ഒക്കെ പണിയെടുക്കുന്നുണ്ടല്ലോ. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതാണ് യഥാർത്ഥ ദേശഭക്തി. എനിക്ക് തോന്നുന്നു ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇന്നത്തെ സമൂഹം നേരിടുകയാണ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനൊരു മനുഷ്യനാണോ എന്നുള്ള ഐഡൻറ്റിറ്റി പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നില്ല ന്യൂസിൽ എന്താ നമ്മൾ വായിക്കണമെന്നുള്ളത്, മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ ഈ കാണുന്നത്? നമ്മൾ മനുഷ്യനാണോ എന്ന് സംശയിച്ചു പോകും. നമ്മൾ മനുഷ്യനാണോ എന്ന് നമ്മൾ തന്നെ ചെക്ക് ചെയ്യേണ്ട കാലം വന്നിരിക്കുന്നു. രണ്ടാമത്തെ ഐഡൻറ്റിറ്റി, ആം ഐ എൻ ഇന്ത്യൻ? ഞാനൊരു ഭാരതീയനാണോ? മറ്റേതൊക്കെ മൂന്നാമത്തെ ഐഡൻറ്റിറ്റിയാണ്. ഞാൻ മറ്റേവനാണ്, മറിച്ചവനാണ്, ഇന്ന പാർട്ടിക്കാരനാണ്, ഇന്ന ജാതിയാണ്, ഇന്ന കളറാണ്. അതിനൊന്ന് ഞാൻ പറയട്ടെ, ഈ ആദ്യത്തെ 2 ഐഡൻറ്റിറ്റി വട്ടപൂജ്യമാണെങ്കിൽ, ഭാരതീയ എന്നുള്ളൊരു തോന്നൽ, നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ, മനുഷ്യത്വപരമായിട്ടുള്ളൊരു പ്രവൃത്തി നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, മൂന്നാമത്തേൽ നിങ്ങൾ എന്ത് പ്രസിഡൻ്റ് ആണെങ്കിലും നിങ്ങളുടെ സമൂഹത്തിനോടുള്ള കോൺട്രിബ്യൂഷൻ വട്ടപൂജ്യമായിരിക്കും. നേരെ മറിച്ച് ആദ്യത്തെ 2 ഓക്കെ ആണെങ്കിൽ, മൂന്നാമത്തത് വട്ടപൂജ്യമാണെങ്കിലും നിങ്ങൾക്ക് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. ഈ സ്വാതന്ത്ര്യദിനമാണെങ്കിലും റിപ്പബ്ലിക് ദിവസമാണെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ അടുത്ത തലമുറയ്ക്കും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഓരോ സമയത്തും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വരണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ സദസ്സിലിരിക്കുന്ന 3 പേരെയും കുറിച്ച് ഓരോ വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഹവൽദാർ ഈനാശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം വളരെ അറിയപ്പെടുന്നൊരു ഫുട്ബോളുകാരനായിരുന്നു. 7 മദ്രാസ് എന്ന് പറയുന്ന വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളതും 250 കൊല്ലത്തോളം പഴക്കമുള്ള മദ്രാസ് റെജിമെൻറ്റിലെ അംഗമായിരുന്നു. കുപ്വാരയുടെ അടുത്ത് കരൺ സെക്ടറിൽ കാർഗിൽ യുദ്ധം കഴിഞ്ഞ ഉടനെ അവരിനിയും കയറി വരാതിരിക്കാനായിട്ട് കാവൽ നിർത്തിയിരുന്ന ആ യൂണിറ്റിലായിരുന്നു ഹവൽദാർ ഈനാശു. ആ സമയത്തും പാകിസ്ഥാൻകാർ ഈ എന്താ പറയണേ, ചില പാമ്പിനെയൊക്കെ തല ചതച്ചാലും വാലിട്ടാട്ടെന്ന് പറയണ പോലെ പാകിസ്ഥാൻ്റെ വെടി അപ്പോഴും വന്നു. അതിൽ നിർഭാഗ്യവശാൽ ജീവൻ ബലിയർപ്പിക്കേണ്ട വന്ന ആളായിരുന്നു ഹവൽദാർ ഈനാശു. അന്ന് ശ്വേതയുടെ അനിയനുണ്ട്, അദ്ദേഹത്തിന് 3 വയസ്സായിട്ടുള്ളൂ. അന്നേ ഇവിടെ വന്നിട്ടില്ല, അയ്യന്തോളുകാരാണ് അവർ. ഷിജി ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്നത്തെ കാര്യങ്ങളൊക്കെ കുറേ ഞങ്ങൾ പങ്കുവെച്ചു. അദ്ദേഹത്തിൻ്റെ മെഡലിൻ്റെ ലിസ്റ്റ് 10-19 കൊല്ലം 17 കൊല്ലത്തോളം സർവീസിൽ അദ്ദേഹത്തിന് കിട്ടിയ മെഡലുകളൊക്കെ, അദ്ദേഹം സർവീസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊന്നും പറഞ്ഞു കേൾക്കാൻ നേരെയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും, പട്ടാളത്തിൻ്റെ തന്നെ മുന്നുദ്യോഗസ്ഥനാണെങ്കിലും ഷിജിക്ക് ഒരു ബിഗ് സല്യൂട്ട്. എന്തായാലും ഈ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളെ തന്നെ ഒരു സെക്കൻഡ് ഷിജിയുടെ സ്ഥാനത്ത് ഇട്ട് നോക്കും, പ്രത്യേകിച്ച് ലേഡീസ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വലിയൊരു എന്താ പറയുക, ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് നേഷൻ ബിൽഡിങ്ങിന്. അപ്പോൾ ഷിജിക്കും ശ്വേത വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ കുട്ടി ഇന്ന് നമ്മുടെ ശ്വേത ഒന്ന് കഴിഞ്ഞിട്ട് കാണാം. ഗ്രേറ്റ്, നൈസ് ടു സീ യു, ഗുഡ്. അടുത്തത് ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ, ആർമിയുടെ ആർട്ടിലറി പീരങ്കിപ്പട എന്ന് നമുക്ക് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. ഈ ഇൻഫൻട്രിക്കാർ ഒക്കെ അവിടെ എത്തുന്നതിന് മുമ്പ് ആർട്ടിലറി യൂണിറ്റ് അവിടെ എത്തണം. അവർ ശത്രു പാളയത്തിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് അതിൽ അവരെ എൻഗേജ് ചെയ്താലേ ഇൻഫൻട്രിക്കാർക്ക് തറയിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. അതാണ് ആ യുദ്ധത്തിൻ്റെ ഒരു രീതി. അന്ന് കാർഗിൽ യുദ്ധത്തിന് എത്തിപ്പെടേണ്ട ആളല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂണിറ്റ്. 315 ഫീൽഡ് റെജിമെൻറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിറ്റാണ്.
അദ്ദേഹം അതിൻ്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്നു, മുഴുവൻ ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ആ സമയത്താണ് പാകിസ്ഥാൻ ഇവിടെ കയറി വന്ന കാര്യവും കാർഗിൽ യുദ്ധത്തിൻ്റെ തുടക്കവും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടത്. മുന്നിൽ കണ്ടപ്പോൾ ഇദ്ദേഹമാണ് നിൽക്കുന്നത്. കാരണം അദ്ദേഹം ഓൾറെഡി അവിടെ ഡിപ്ലോയിഡ് ആയിരുന്നു. ഇന്ന് അങ്ങോട്ട് പോരെയെന്ന് പറഞ്ഞു. നേരെ പിടിച്ച് കയറ്റി ദ്രാസ് സെക്ടറിൽ എന്ന് പറഞ്ഞാൽ കാർഗിൽ യുദ്ധം നടത്തുന്ന ആ ദ്രാസ് സെക്ടറിൽ. അദ്ദേഹത്തിന് ആ സ്ഥലം പരിചയമില്ല. അവിടെ ചെന്ന ആ കാര്യങ്ങളൊക്കെ പഠിക്കണം. യൂണിറ്റുകൾ പുതിയത് യൂണിറ്റുകൾ ഇങ്ങനെ കാർഗിൽ യുദ്ധം ബിൽഡപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 7 നാഗയും പിന്നെ ഏതായിരുന്നു സാർ യൂണിറ്റ് 8 സിക്ക്. ആ യൂണിറ്റുകളൊക്കെ പുതിയതായിട്ട് വരുന്നു. അവരായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരണം. അതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ്റെ ഷെല്ലിങ് വരുന്നു. ഞാൻ അധികം നീട്ടി പറയുന്നില്ല. അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്തതും അദ്ദേഹത്തിൻ്റെ യൂണിറ്റിനും സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രശംസ കിട്ടി. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ വളരെ വലിയ യുദ്ധസമയത്ത് കിട്ടുന്ന ഒരു അവാർഡ് യുദ്ധസേവാ മെഡൽ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അദ്ദേഹം സത്യം പറയാച്ചാൽ ഞങ്ങളുടെ ഭാഷയെ പറയാച്ചാൽ ജീവനോടെ നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നമ്മുടെയൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ആ സമയത്ത് പോയി 2008 അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. ഇപ്പം ചാവക്കാടാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞ് 2020 12 കൊല്ലം കഴിഞ്ഞ് ഈ പീരങ്കി പടയുടെ മൊത്തം യൂണിറ്റുകൾ, ഇന്ത്യയിലുള്ള മൊത്തം യൂണിറ്റുകൾ ഒരു കണക്കെടുത്ത് കഴിഞ്ഞ 25 വർഷം, അതായത് 95 തൊട്ട് 2020 വരെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതും അവിശ്വസനീയമായിട്ടുള്ള ടാസ്ക് ചെയ്ത 10 പേരെ അവർ തിരഞ്ഞെടുത്തു. ആർട്ടിലറിയുടെ അന്ന് വരെ ഉണ്ടായിരുന്ന ആ 25 കൊല്ലത്തെ ചരിത്രത്തിൽ അതിൽ ആ 10 പേരിൽ ഒരാളായിരുന്നു ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ സാർ. വളരെ വളരെ സന്തോഷമല്ല, അഭിമാനം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലൊക്കെ സ്റ്റേജ് പങ്കിടാനും അദ്ദേഹത്തിന് മുമ്പിലൊക്കെ ഒരു വാക്ക് പറയാനും ഒരവസരം കിട്ടിയതിൽ ഞാൻ അതിന് ദൈവത്തോട് നന്ദി പറയുകയാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞല്ലോ, ജലജ മാഡം, ദേവസി ചേട്ടൻ, അദ്ദേഹം പിന്നിൽ ഇരിപ്പുണ്ട്. 90 വയസ്സായി. 62, 65, 70, 71 യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളാണ്. യുദ്ധത്തിലൊന്നും പങ്കെടുക്കേണ്ട, യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ കാണുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്, ഒരു പുണ്യമാണ്. ദേവസ്യേട്ടൻ ഒന്ന് എണ്ണിട്ട് എടുത്ത് അദ്ദേഹത്തിന് ചെവി കേൾക്കില്ല. ഒന്ന് എണ്ണിട്ട് തന്നെ. ഇതാണ് അദ്ദേഹം. 3 യുദ്ധത്തിൽ പങ്കെടുത്ത് സിക്കിമിൽ ബോർഡർ ഏരിയയിൽ ഫയറിങ് നടക്കുമ്പോൾ പരിക്കേറ്റ 17 പേരെ ഒറ്റയ്ക്ക് ഓൾമോസ്റ്റ് ബോധം കെട്ട 17 പേരെ ഒരൊറ്റ ആംബുലൻസിൽ ഒറ്റയ്ക്ക് നത്തുല ബോർഡറിൽ നിന്ന് സിക്കിം വരെ, എന്താ അതിൻ്റെ പേര്, ഗാങ്ടോക്ക് വരെ 17 കിലോമീറ്റർ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ആളാണ്. അതിന് മെൻഷൻ ആൻഡ് ഡിസ്പാച്ചസ് എന്ന് പറഞ്ഞാൽ വലിയൊരു അവാർഡ് കിട്ടിയ ആളായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അന്ന് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല, ജീവൻ പോയാൽ പോട്ടെ, കാര്യം നടക്കണം എന്നുള്ള രീതിക്ക്. എനിവേ, അഡ്മിറൽ ഹരികുമാർ സാറിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. നെറ്റിൽ ഹരിന്ന് പോലും അടിക്കണ്ട, എച്ച് അടിക്കുമ്പോഴേക്കും പേജുകൾ ഇങ്ങനെ വരും. അത്രത്തോളം അച്ചീവ്മെൻറ്റ്സാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കൂട്ടത്തിൽ സ്റ്റേജിൽ 3 കൊല്ലം മുമ്പ് വരെ നാവികസേനയുടെ മേധാവിയായിരുന്ന അഡ്മിറൽ സാർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇന്ന് ഇത് ഏറ്റെടുത്തു, കറക്റ്റ് സമയത്ത് വന്നു. പ്രത്യേകിച്ച് രാവിലെ അമർജവാൻ അയ്യന്തോളിൽ വരികയും ഒരു പുഷ്പചക്രം അർപ്പിക്കാനുള്ള സമയം അദ്ദേഹം കണ്ടെത്തി. ഒരു എക്സ് സർവീസ്മെൻ്റെ സൈഡിൽ നിന്ന് വളരെയധികം നന്ദിയുണ്ട് സാർ. സാർ ഇത്രയും സമയം ചെലവഴിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് ഇത്രയും ദൂരം വന്നു. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് വളരെ വളരെ വലുതാണ്, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, അദ്ദേഹം ചീഫ് ഓഫ് ഇൻ്റഗ്രൽ ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് CIDS എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ അദ്ദേഹം വഹിച്ച സമയത്താണ് നമ്മുടെ ജനറൽ റാവത്ത് സാർ പിന്നീട് CDS ആയതും ഇപ്പോൾ ജനറൽ അനിൽ ചൗഹാൻ ഇരിക്കുന്നതുമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാനുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കിയത് മുഴുവൻ ഇദ്ദേഹം CIDSS, അതായത് ചീഫ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു. ശരിക്ക് ആ CDSൻ്റെ പോസ്റ്റ് ഉണ്ടാക്കുന്നത് വരെ ആ ജോലി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് ഇദ്ദേഹമായിരുന്നു. പിന്നെയാണ് CDSൻ്റെ പോസ്റ്റ് ഉണ്ടാക്കുകയും പിന്നീട് ജനറൽ റാവത്ത് അതിലേക്ക് വരികയും ചെയ്തത്. ജനറൽ റാവത്തിൻ്റെ അകാലമായിട്ടുള്ള മരണം നടന്നപ്പോൾ ഇദ്ദേഹം നേവിയുടെ ചീഫായിരുന്നു.
എല്ലാ മലയാളികളും പോലെ ഞാനും ആശിച്ചു പോയി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചോയ്സ് അഡ്മിറൽ ഹരികുമാർ സാർ ആവുമായിരുന്നുവെന്ന്. അത് പല കാരണങ്ങളും കൊണ്ട് ആയില്ല. സാറ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി വരട്ടെ എന്നുള്ള ആശ ഞാൻ ഇപ്പോഴും പങ്കിടുകയാണ്. അതുപോലെ നമ്മുടെ ഏറ്റവും യുദ്ധം നടക്കുന്ന സമയത്ത് ഏറ്റവും പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നുള്ള ആക്റ്റീവ് ഭാഗമാണ് നമ്മുടെ പടിഞ്ഞാറൻ മത്സ്യ നാവികസേന. അതിൻ്റെ ചീഫായിരുന്ന ആളാണ്. വെസ്റ്റേൺ ഇതിൻ്റെ ചീഫായിരുന്ന ഫ്ലീറ്റിൻ്റെ ചീഫായിരുന്ന ആളാണ്. ചീഫ് ഓഫ് പേഴ്സണലായിരുന്ന ആളാണ്. അങ്ങനെ ഒത്തിരി അധികം നിങ്ങൾക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത അത്ര വലിയ വലിയ പോസ്റ്റ് വഹിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ കോഴ്സൊക്കെ ചെയ്യാൻ തന്നെ എനിക്കോ ആർക്കെങ്കിലുമൊക്കെ ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ അയ്യോ വലിയ കോഴ്സായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലണ്ടനിലുള്ള റോയൽ സ്കൂൾ ഓഫ് നേവൽ വാർഫെയറിൽ ലണ്ടനിലുള്ള ഇന്ത്യയിൽ നിന്നൊക്കെ 10 വർഷം കൂടുമ്പോഴൊക്കെ ഒരാളൊക്കെ പോവുള്ളൂ. ആ കോഴ്സ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ലണ്ടനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. എനിവേ വളരെ അഭിമാനത്തോടു കൂടി തോന്നുന്നു. എനിക്ക് തോന്നുന്നു മലയാളം ഫുൾ മലയാളി അല്ലെങ്കിൽ ടച്ചിലുണ്ടായിരുന്നത് പട്ടാളത്തിലൊരു ജനറൽ പത്മനാഭനുണ്ടായിരുന്നു. അദ്ദേഹം പട്ടാളത്തിൻ്റെ ചീഫായിരുന്നു. ട്രിവാൻഡ്രം സ്വദേശിയായിരുന്നെങ്കിലും തമിഴ്നാട് സെറ്റിലായത്. പിന്നൊരു മോഹൻ കുമരമംഗലം എന്തോ ഒരു ചീഫുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മലയാളമായിട്ട് എന്തോ ഒരു കേരളമായിട്ട് ടച്ചുണ്ട്. പക്ഷേ ഫുൾ ടൈം കേരളീയൻ എന്ന് അഭിമാനിക്കാവുന്ന ആദ്യത്തെ ഒരു പട്ടാള മേധാവിയാണ് ജനറൽ ഹരികുമാർ. വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. അപ്പോൾ എൻ്റെ ദൗത്യം ആമുഖ പ്രസംഗം എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു ടോൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അമ്മ എന്നുള്ള കൺസെപ്റ്റ് പട്ടാളക്കാരൻ ബോർഡർ ഏരിയയിൽ നിൽക്കുമ്പോൾ ഈ ക്രിക്കറ്റ് കളി കാണുന്നവർക്കറിയാം, ബൗൺസർ എന്ന് പറഞ്ഞൊരു പന്തുണ്ട്. ഇവിടെ കുത്തിയിട്ട് നേരെ തലയിലേക്ക് പോകും. നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറെ പോലെയുള്ള അറിയപ്പെടുന്ന ബാറ്റ്സ്മാൻമാർ ആ ബൗൺസർ വരുമ്പോൾ ഒന്നിൽ തല കുനിക്കും, അല്ലെങ്കിൽ പിന്നിലേക്ക് ചാഞ്ഞു കൊടുക്കും, ആ പന്ത് പിന്നിലേക്ക് പോക്കട്ടെ എന്ന് പറഞ്ഞ്. ഈ ടെക്നിക്ക് പട്ടാളക്കാർക്കും അറിയാം. ശത്രുവിൻ്റെ വെടി വരുമ്പോൾ ഞങ്ങൾക്ക് കുനിയാനറിയാം, പിന്നിലേക്ക് തലയാക്കാൻ അറിയാം. ചെയ്യില്ല. എന്താ കാരണം എന്നറിയോ? പിന്നിൽ നിൽക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന എൻ്റെ അമ്മയാണ്. ഞാൻ കുനിഞ്ഞാൽ ആ വെടിയുണ്ട് അമ്മയുടെ നെഞ്ചിൽ കൊള്ളും, എനിക്ക് ജീവനുള്ള സമയത്തോളം. അതെൻ്റെ അമ്മയുടെ നെഞ്ചിലേക്ക് കൊള്ളാൻ ഞാൻ സമ്മതിക്കില്ല. സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പോയാൽ മരണം ഉറപ്പാണ്. എത്രയോ സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ ഫെയിലിയർ ആയിട്ടുമുണ്ട്. എടാ സർജിക്കൽ സ്ട്രൈക്കിന് പോകണമെന്ന് പറയുമ്പോൾ യെസ് സാർ എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരൻ മുമ്പോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒന്നാ കമാൻഡ് കൊടുക്കുന്ന ഓഫീസറുടെ മേലെയുള്ള വിശ്വാസം. 2 അതാണ് ഈ പ്രാധാന്യം ഇന്നത്തെ പരിപാടിക്ക്. എങ്ങാനും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബത്തെ എൻ്റെ നാട്ടുകാർ നോക്കിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയുടെ ഭാഗമാണ് ഇന്നത്തെ ചടങ്ങ്. ഇത്രയും സീനിയർ ഓഫീസർമാരിയ്ക്കുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ലാസ്റ്റ് കാര്യം, ചെയ്യാൻ പോകുന്ന ഈ കാര്യം ശരിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ അരുണാചൽ പ്രദേശിലൊരു NCC യൂണിറ്റ് കമാൻഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ചൈന ബോർഡറിൽ അനീനി എന്നുള്ള സ്ഥലത്ത് പോയിട്ട് ഞാൻ NCC യൂണിറ്റ് തുറന്നു. വെറുതെ അവരോട് ചോദിച്ചു, NCC വേണമെന്ന് പറഞ്ഞു. 1 വർഷം എടുക്കും അവിടേക്ക് NCC കിട്ടാൻ. ആളെത്തിപ്പെടാൻ പറ്റില്ല. ഞാൻ വെറുതെ പിള്ളേരോട് പറഞ്ഞു, ഞാൻ ഭാരത് മാതാക്കി എന്ന് വിളിക്കാം. നിങ്ങൾ ജയ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ചെവിയിലെത്തുന്നുണ്ടെങ്കിൽ, ഇവരിയ്ക്കുന്ന അനീനി ചൈന ബോർഡറിൽ, നരേന്ദ്രമോദി ഡൽഹിയിൽ. ഞെട്ടിപ്പോയി. ചൈനക്കാരെ പോലെ ഇരിക്കുന്ന, കണ്ണ് ചിമ്മിയിരിക്കുന്ന ഇത്രയും പോകുന്ന പിള്ളേർ ഞാൻ ഭാരത് മാതാക്കി വിളിച്ചപ്പോൾ കുലുങ്ങിപ്പോയി. അരുണാചൽ പ്രദേശ് ജയ് വിളിച്ചപ്പോൾ, 2ാമത്തെ പ്രാവശ്യം ജയ് വിളിച്ചപ്പോൾ അതിൻ്റെ 2 ആസ്പെറ്റോസ് പീസ് ഇളകി വീണു. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പറയും, സാറേ അരുണാചൽ പ്രദേശിലെ ആൾക്കാരൊക്കെ തീവ്രവാദികളാണല്ലേ, തീവ്രവാദ സ്വഭാവം. അവരൊക്കെ ചൈനക്കാരുടെ ഒരു തീവ്രവാദികൾ ഇവിടെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതൽ ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ. അവരെന്താണെന്നറിയോ? പരസ്പര ബന്ധം വേണം. നാളെ അവിടെ ലൈറ്റ് പോയാൽ, പ്രളയം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. 3ാമത്തെ ഭാരത് മാതാക്കി എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. ആ ഒരു കൺസെപ്റ്റിലാണ് ഇന്ന് എല്ലാവരും ഇരിക്കുന്നത്. ഇവരെ വെച്ചുകൊണ്ട് അത് ചെയ്യുന്നത് ശരിയാണോന്നറിയില്ല. എന്നാൽ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. 3 പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഭാരത് മാതാക്കി എന്ന് വിളിക്കണമെന്നുണ്ട്. നിങ്ങളുടെ ജയ് വിളി
ഒത്തിരി എല്ലാവരും വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, ഒത്തിരി വലുതായിട്ട് വിളിക്കുകയൊന്നും വേണ്ട. അവർക്കൊരു സന്തോഷത്തിന്, ഷിജിക്കൊരു സന്തോഷത്തിന്, ജലജാമയുടെ ഭരിക്കുന്നുണ്ട് അവരുടെ ഒരു സന്തോഷത്തിന്. ഭാരത് മാതാക്ക് എന്ന് വിളിച്ചാൽ അതുപോലും രാഷ്ട്രീയമായി മാറുന്ന സമയമാണ്. ജയ് വിളിക്കണമെന്ന് നിർബന്ധമില്ല, എന്നാൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 3 പ്രാവശ്യം ഭാരത് മാതാക്ക് വിളിച്ചോട്ടെ. ജയ് പറയാൻ തയ്യാറുള്ളവർ ഒരു സെക്കൻഡ് നേരത്തെ കേട്ടിരിക്കാവും. നമ്മുടെ അമ്മയാണെന്നുള്ള കൺസെപ്റ്റ് വേണേ. നമ്മുടെ ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു എന്ന് പറഞ്ഞ് കാണാപ്പാഠം പഠിച്ച അമ്മയല്ല, സ്വന്തം അമ്മയാണെന്ന് ഓരോ ജവാന്മാരും വിശ്വസിച്ച് തന്തുൽക്കറെ പോലെ തല താഴ്ത്താതെ സ്വന്തം നെഞ്ചിലേക്ക് വെടിയുണ്ട ഏറ്റെടുക്കുന്ന ജവാന്മാരുടെ ഉള്ളിൽ കാണുന്ന ആ അമ്മ. ഓക്കെ.